ഐ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്. മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിഫ്റ്റി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരിക്കും. കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. കാരണം ഒരു ഓൾ ടൈം ഹൈയിൽ എത്തുമ്പോൾ ഒരുപാട് പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. അല്ല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അവർ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് താഴേക്ക് വരാം. സോ ഒരുപാട് മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുമ്പോൾ പലർക്കും ഭയങ്കര സംശയമാണ് എത്ര പെർസെൻറ്റേജ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല ഇനിയിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള. അപ്പോൾ പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാവാം. അപ്പോൾ മാർക്കറ്റ് എപ്പോഴും പല സിറ്റുവേഷൻസിലും അതെല്ലാം ഒരു ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് നോക്കി കഴിയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് എപ്പോഴും ബ്രേക്ക്ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച് മാർക്കറ്റ് എന്തായാലും മുകളിലേക്ക് പോകും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര പെർസെൻറ്റേജ്, നമുക്ക് ഏതൊക്കെ ടൈമിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമ്മളൊരു നല്ല പെർസെൻറ്റേജ്, അതായത് നമ്മളിപ്പോൾ ഒരു ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബൾക്കായിട്ട് സ്റ്റോക്കുകൾ മേടിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു നല്ല ബുദ്ധിയല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണ്. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വിത്തിൻ 2-3 ഡേയ്സ് മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നീട് അത് തിരിച്ച് കയറുമ്പോഴത്തേക്ക് നമ്മുടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മളവിടെ മിസ്സാക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഓൾ ടൈം ഹൈയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി പിന്നെ മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ക്യാപിറ്റലും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മാർക്കറ്റ് എപ്പോഴൊക്കെ ഓൾ ടൈം ഹൈയിലെത്തുന്നു ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു ടോട്ടൽ പോർട്ട്ഫോളിയോൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ഒരു 20% അല്ലെങ്കിൽ ഒരു 25% മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊരു ചാനലാണ്. ആക്ച്വലി ഈ ഒരു ചാനൽ എപ്പോഴൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടോ അപ്പോഴൊക്കെ മാർക്കറ്റ് നിഫ്റ്റി താഴേക്ക് വന്നിട്ടുണ്ട്, വീണ്ടും ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്, വീണ്ടും താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആ ഇലക്ഷൻ്റെ ഒരു സമയത്തായിരുന്നു, റിസൾട്ട് വന്ന സമയത്തായിരുന്നു ഇതൊന്ന് ബ്രേക്ക് ചെയ്തിരുന്നത്. എന്നാലും നെക്സ്റ്റ് ഡേ തന്നെ അത് തിരിച്ച് കയറിയിട്ട് വീണ്ടും ആ ഒരു പോയിന്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഉള്ളൊരു മാർക്കറ്റ് ട്രെൻഡിങ്ങിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് BJP അധികാരത്തിൽ വന്നതാണ്. അപ്പോൾ അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് അപ്പോൾ ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഡസ്ട്രി കംപ്ലീറ്റ്ലി ആ ഒരു ഇൻഡസ്ട്രിയിൽ നല്ല രീതിയിലുള്ളൊരു ബൂം വരും. സോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റീസൺ ആണ് ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നല്ല ട്രെൻഡിങ്ങിൽ പോകാൻ വേണ്ടിയിട്ട്, മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈ ആണ്. ഓൾമോസ്റ്റ് 51,000 റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത്. അവിടുന്ന് നല്ലൊരു ക്രാഷ് വന്ന് വീണ്ടും ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലാണ്. ഇനി ചിലപ്പം വീണ്ടും ഇവിടുന്ന് ബാങ്ക് നിഫ്റ്റി വീണ്ടും താഴേക്ക് വന്നിട്ട് വീണ്ടും ഈ ചാനലിനകത്ത് തന്നെ ട്രേഡ് ചെയ്യാം. സോ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെറിയ ചെറിയ ബെറ്റ് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയുടെ കാര്യത്തിൽ നിഫ്റ്റി ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 20-25% നിങ്ങൾ ഓവറോൾ ക്യാപിറ്റലിൻ്റെ ഒരു 20-25% ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിഫ്റ്റി നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടുന്ന് വേറെ ബ്രേക്കൗട്ടോ അല്ലെങ്കിൽ ഒരു കറക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ നല്ലൊരു പുൾ ബാക്ക് കിട്ടുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക്ഔട്ട് സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു ചെറിയ എമൗണ്ട്. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാകുമ്പോൾ നമ്മളൊരു ചെറിയ എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ആർട്ടിക്കലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൻ്റെ, അതായത് നിഫ്റ്റിയുടെ ഒരു പ്രഡിക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് മെയിനിൽ വന്നിട്ടുള്ളതാണ്. നിഫ്റ്റി 50 25,816 in 12 months, അതായത് അടുത്തൊരു വർഷത്തിനകത്ത് 25,816 എന്നുള്ളൊരു ബെഞ്ച് മാർക്കിലേക്ക് എത്തും എന്നാണ് പ്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് PL ഓവർവെയ്റ്റ് ഓൺ ബാങ്ക്സ്, ഓട്ടോ, ടെലികോം, എസ്പെഷ്യലി ITC, BML among ഹൈ കൺവിക്ഷൻ പിക്സ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രഡിക്ഷൻ വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. NSE domestic consider with a 4.4% move up
two months despite significant market volatility during this Lok Sabha election 2024. Nifty 50 is trading at 15-year average PE with 14.9% EPS CAGR over FY 24-26. Our 12 months base case Nifty 50 target is 25,816, said Prabhudas Liladhar in its report on June 14. അപ്പോൾ 25,816 എന്നുള്ളൊരു ബെഞ്ച് മാർക്കിലേക്ക് എത്തും എന്നാണ് പല ന്യൂസും. ഇതിപ്പോൾ ഒരു ആർട്ടിക്കിളാണ്, ഇങ്ങനെ പലരും പ്രിഡിക്റ്റ് ചെയ്യുന്നത് അടുത്തൊരു വർഷത്തിനകത്ത് നിഫ്റ്റി നല്ല രീതിയിലുള്ളൊരു റിട്ടേൺസ് തരുമെന്നാണ്. പക്ഷെ ആസ് എൻ ഇൻവെസ്റ്റർ നമ്മളെപ്പോഴും പേഷ്യൻസോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുക. കാരണം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ ഓൾ ടൈം ഹൈയിൽ എത്തുന്ന സമയത്ത് നമ്മളടുത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നല്ല ഇപ്പോൾ തീരെ പെർഫോമൻസ് ചെയ്യാത്ത സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് ആ സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും നമുക്കൊരു അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ നോക്കിക്കാണാം. ഒന്ന് ലോങ് ടൈമിലേക്ക്, നമ്മളൊരു ലോങ് ടൈം ഗോൾ കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 20-25% ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ലോങ് ടൈമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യാത്ത ഒരുപാട് സെക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പെർഫോം ചെയ്യാത്ത സ്റ്റോക്കുകൾ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് അതിൻ്റെ ഫണ്ടമെൻ്റലി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം നമ്മൾ HDFC ബാങ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്കിൻ്റെ ഒരു റവന്യൂം പ്രോഫിറ്റ് മോഡൽ എല്ലാം കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും HDFC ബാങ്ക് ഒക്കെ ഇനി നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺസ്, ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു 100% റിട്ടേൺസ് അല്ല, ഈവൻ ഒരു 40%, 50% ഒക്കെ റിട്ടേൺസ് തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് HDFC ബാങ്ക്. പക്ഷേ HDFC ബാങ്ക് ഇപ്പോഴും ആ ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ മാത്രമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ HDFC ബാങ്ക് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു SIP മോഡലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കല്ല. HDFC ബാങ്ക്, അതേപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് ബൾക്ക് ബൈ ചെയ്യുക. അത് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത്. ഇപ്പോൾ HDFC ബാങ്കൊക്കെ മാർക്കറ്റ് ക്രാഷ് ആകുന്ന സമയത്ത് 1400, 1500 ഈ ഒരു റേഞ്ചിലേക്കൊക്കെ സ്റ്റോക്ക് വരുമ്പോൾ നമുക്ക് നല്ല ബൾക്ക് ബൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും ഇത് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്, ഒരു കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും HDFC ബാങ്കൊക്കെ തീർച്ചയായിട്ടും മുകളിലേക്ക് പോകും. ആ സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡായിട്ട് എടുക്കാൻ പറ്റും. ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് അതർ പാർട്ട്. ഇപ്പം നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നമുക്ക് നല്ലൊരു ബൾക്ക് ബൈയിങ്ങിനായിട്ട് HDFC ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇതൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടുമ്പോൾ ആ സമയത്ത് നമ്മൾ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായിട്ടും വിത്തിൻ 1 മന്തോ അല്ലെങ്കിൽ ഒരു 6 മന്തിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം ഇപ്പോൾ HDFC ബാങ്ക് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കുറേ വർഷങ്ങളായിട്ട് HDFC ബാങ്ക് ട്രേഡ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ്. നമുക്ക് അതിൻ്റെ HDFC ബാങ്ക് നോക്കിക്കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരുപാട്, അതായത് ലാസ്റ്റ് ഒരു 4-5 വർഷമായിട്ട് HDFC ബാങ്ക് ഒരു സ്ഥലത്ത് മാത്രമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 1400, 1300 ടു ഒരു 1500, 600 ആ ഒരു റേഞ്ചിൽ മാത്രമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഇൻഡിവിജ്വൽ HDFC താഴേക്ക് വരുന്ന സമയത്ത് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട്, നല്ലൊരു ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ബൾക്കായിട്ട്, ഇപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 200-300 രൂപയുടെ പോയിന്റ് കിട്ടിയാൽ തന്നെ നമുക്കൊരു സിംഗ് ട്രേഡ് എടുക്കുന്ന പോലെ നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ റിട്ടേൺസ് നേടിയെടുക്കാൻ പറ്റും. അതായത് വളരെ സേഫായിട്ട് നമുക്ക് ഒരു റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഇതേ ഒരു പോയിന്റിലാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ്, നല്ല ബിസിനസ് മോഡലാണ്. തീർച്ചയായിട്ടും ഒരു നിഫ്റ്റി പോകുന്നതിനനുസരിച്ചിട്ട് നിഫ്റ്റിക്ക്, കാരണം ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു ഡിഫൻസീവ് സ്റ്റോക്കാണ്. ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് ആവുന്ന സമയത്ത് ഹിന്ദുസ്ഥാൻ യൂണിലിവറൊക്കെ നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് വരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയം, നല്ല ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ല, ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ബൾക്കായിട്ട് ബൈ ചെയ്യേണ്ട സമയമാണ്. കാരണം ബൾക്കായിട്ട് നമ്മൾ ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പോയിന്റൊക്കെ എത്തുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പെർസെൻറ്റേജ്, നല്ല രീതിയിലുള്ള ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഇപ്പോൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്
മാർക്കറ്റ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ സെല് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഫൂളിഷാണ്. അങ്ങനെയുള്ള തീരുമാനമൊന്നും എടുക്കാതിരിക്കുക. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പനി ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി നോക്കിയിട്ടാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്പനിയിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ട്രസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ആ മാർക്കറ്റ് ക്രാഷ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പല സ്റ്റോക്കുകളും പല കമ്പനികളും താഴേക്ക് പോകും. ആ ഒരു സമയത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് ഇപ്പോൾ പ്രാജ് ഇൻഡസ്ട്രി ഒന്ന് നോക്കിയാൽ ലാസ്റ്റ് ഒരു 1 വീക്കിൽ കണ്ടിന്യൂ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, ഓൾമോസ്റ്റ് 700. ഇതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഗവൺമെൻറ് മാറിയപ്പോൾ തീർച്ചയായിട്ടും അവർ ഓൾറെഡി ഇതൊരു പ്രാജ് ഇൻഡസ്ട്രിയുടെ ഡീറ്റെയിൽ അവർ ലാസ്റ്റ് ക്വാർട്ടറിൽ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാജ് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. 12,000-ൻ്റെ മാർക്കറ്റ് ക്യാപ്പാണുള്ളത്. ഇപ്പോൾ കറൻറ്റ് പ്രൈസ് 700 ആണ്. ROIC സ്റ്റോക്ക് P 45 ഉണ്ട്. പിന്നെ ഡെറ്റ് ടു ഇക്വിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറ്റ് ടു ഇക്വിറ്റി 0.13 മാത്രമേ ഉള്ളൂ. അതായത് ഡെറ്റ് വളരെ കുറവായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് എന്ന് തന്നെ പറയാം. ഒരു കൺസൾട്ടേഷൻ വന്നിട്ട് നല്ല രീതിയിലുള്ളൊരു ബ്രേക്ക് ഔട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇൻഡസ്ട്രി PE നോക്കുകയാണെന്നുണ്ടെങ്കിലും പ്രാജ് ഇൻഡസ്ട്രിയുടെ 45 ഉണ്ട്, 69. അക്കോർഡിംഗ് ടു മറ്റുള്ള കമ്പനികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബൈയിങ് പ്രാജ് ഇൻഡസ്ട്രിയിൽ നല്ലൊരു വാലുവേഷൻ തന്നെയാണ് ഇപ്പോൾ പ്രാജ് ഇൻഡസ്ട്രി ഉള്ളത്. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള പൊട്ടൻഷ്യൽ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കൊരു ഇയർ ഓൺ ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1,300, 2,000, 3,000, 3,466, 300. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 388 കോടിയുടെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബിഫോർ ടാക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 377, നെറ്റ് പ്രോഫിറ്റ് 283. അതായത് ഒരു ഓൾ ടൈം പ്രോഫിറ്റിലാണ് ഇപ്പോൾ പ്രാജ് ഇൻഡസ്ട്രി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് ഇനി നമ്മൾ പോയിട്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ടെക്നിക്കലി നല്ലൊരു തീരുമാനമല്ല. കാരണം മാർക്കറ്റ് 1, 2, 3, 4, 5, 6, 6 ഗ്രീൻ ക്യാൻഡിൽ, അതായത് കഴിഞ്ഞൊരു വീക്കിലി കംപ്ലീറ്റ്ലി പ്രാജ് ഇൻഡസ്ട്രി നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് തീർച്ചയായിട്ടും ടെക്നിക്കലി നല്ലൊരു തീരുമാനമല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു കറക്ഷൻസ് എപ്പോൾ വേണേലും വരാം. ആ കറക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. കറക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രാജ് ഇൻഡസ്ട്രി മുകളിലേക്ക് പോകാൻ വേറെയും പല റീസൺസ് ഉണ്ട്. അതിൽ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് അറിയാലോ, ഇപ്പോൾ മോഡി ഗവൺമെൻറ് തന്നെ BJP വീണ്ടും അധികാരത്തിൽ വന്നതുകൊണ്ട് അവർ ഓൾറെഡി ഈ എത്തനോള്, അതേപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്, ഇതിനൊക്കെ ഒരുപാട് അവർ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ അവർ ഓൾറെഡി ഇതിന് മുമ്പേ, ഇലക്ഷന് മുമ്പേ അവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന, അതായത് നമ്മളൊരു ഗവൺമെൻറ് കൂടുതലായിട്ട് നോക്കി കാണുന്നതെന്ന് വളരാൻ, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ, അതായത് കൂടുതൽ ഇൻഡസ്ട്രിയിൽ കൂടുതൽ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എത്തനോള്, ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്, ഇങ്ങനെയുള്ളൊരു കാറ്റഗറിയൊക്കെ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള അതും കൂടി ആ ഒരു സെൻറ്റിമെൻറ്റും കൂടി ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കിന് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു റാലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി എനി ടൈം ഒരു കറക്ഷൻ വരാം. ആ കറക്ഷൻ വരുന്ന സമയത്ത് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബൈ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് പ്രാജ് ഇൻഡസ്ട്രി. അപ്പോൾ പ്രാജ് ഇൻഡസ്ട്രി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ വെക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തെ ഒരു ക്വാർട്ടർ കൂടി നോക്കിയിട്ട് അതിനും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം ആ ഒരു സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രാജ് ഇൻഡസ്ട്രി നല്ലൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഈ ഒരു ക്വാർട്ടറിലെ സെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ 882, 829. ഈ ഒരു ക്വാർട്ടറിൽ, ലാസ്റ്റ് ക്വാർട്ടറിൽ, FY24 ലാസ്റ്റ് ക്വാർട്ടറിൽ 1019 കോടിയുടെ ഒരു സെയിൽസ് നടത്തിയിട്ടുണ്ട്. പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിലും 131 ഉണ്ട്. അതേപോലെ തന്നെ 10%, 12%, 13%-ൻ്റെ ഒരു OPM ഉണ്ട്. EPS നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല EPS ആണ്. നെറ്റ് പ്രോഫിറ്റ് 92 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്.
അപ്പോൾ എല്ലാം കൊണ്ടും ലാസ്റ്റ് ക്വാർട്ടറിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അതും റീസണാണ്. അതേപോലെ തന്നെ BJP അധികാരത്തിൽ വന്നത് വേറൊരു റീസണാണ്. സോ ഇതെല്ലാം കൂടി ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ സ്റ്റോക്ക് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഓൾ ടൈം ഹൈയിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിൽ നമ്മൾ നിഫ്റ്റിയോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എത്തുന്ന സമയത്ത് നമ്മൾ നല്ല ഓപ്പർച്യൂണിറ്റി കണ്ടെത്തിയിട്ട്, അതായത് തീരെ ഒരു ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്യാത്ത സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലി നോക്കിയിട്ട്, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണോ എന്ന് നോക്കിയിട്ട് അങ്ങനെയുള്ള സ്റ്റോക്കുകൾ നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ നമ്മുടെ ക്യാപിറ്റലിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം മാർക്കറ്റ് എങ്ങോട്ട് വേണമെങ്കിലും പോകും. ചിലപ്പം കണ്ടിന്യൂ മുന്നിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റാലി മിസ്സാവും. അപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അടുത്ത കറക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ നല്ല സ്റ്റോക്കുകളും കൂടി കണ്ടെത്തിയതിൻ്റെ ശേഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലാതെ തന്നെ വേറെയും ഒരുപാട് സ്റ്റോക്കുകളുണ്ട്. ഇപ്പം നമുക്ക് വേറെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിഗോ പെയിൻറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിഗോ HCL ടെക്കിനെ പറ്റിയിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. HCL ടെക്ക് അതേപോലെ തന്നെ ഒരു നല്ലൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ബയ്യിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ HCL ടെക്ക് നിൽക്കുന്നത്. ടെക്നിക്കലി നല്ല ഒരു സ്ഥലത്താണ്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഫണ്ടമെൻ്റലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഇൻഡെപ്തായിട്ട് HCL ടെക്കിലേക്ക് പോകുന്നില്ല. HCL ടെക്ക് നല്ലൊരു ബയ്യിങ് ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ HCL ടെക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. പക്ഷേ നമ്മൾ ആദ്യം ഓവറോൾ ഐ ടിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ, കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ. അതായത് IT നമ്മുടെ ഇന്ത്യയിലെ ഒരു എക്കണോമി മാത്രമല്ല, വേൾഡ് എക്കണോമിയും കൂടി നോക്കിയിട്ടാണ് IT പെർഫോം ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും IT ഒന്ന് ചെറിയൊരു ഡൗൺഫാളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ലൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം നല്ല IT സ്റ്റോക്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. IT സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരിക്കലും എനിക്ക് 2 മാസം 3 മാസം കൊണ്ട് റിട്ടേൺ വേണമെന്ന് പ്രതീക്ഷിക്കരുത്. ഒരു ലോങ് ടൈം കണ്ടിട്ട് നിങ്ങൾ ചെറിയ ക്യാപിറ്റലിൽ നിങ്ങൾ IT ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലെങ്കിൽ IT ഒരു ETF മേടിച്ചിട്ട് കയ്യിൽ വെക്കുക. ഓക്കെ, അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഡിഗോൻ്റെ ഞാൻ മുമ്പ് ഒരു കംപ്ലീറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഡിഗോ പെയിൻറ്റ് സെയിം ഇപ്പോഴും ആ ഒരു പൊസിഷനിൽ തന്നെ ആണ്. ഇത് എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചെറിയ പെർസെൻറ്റേജ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഇൻഡിഗോ പെയിൻറ്റിൻ്റെ ഒരു പ്രോഫിറ്റും റവന്യൂവും ഫണ്ടമെൻ്റലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയാണ്. ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ്. സോ ആ ഒരു സ്മോൾ ക്യാപ് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറച്ച് ചാലഞ്ചസുകളുണ്ട്. അതായത് മാർക്കറ്റിൽ ചെറിയൊരു ക്രാഷ് വന്നാൽ പോലും സ്മോൾ ക്യാപ് കമ്പനീസൊക്കെ നല്ല രീതിയിൽ താഴേക്ക് പോകും. അപ്പോൾ ആ ഒരു റിസ്ക് ഒക്കെ നമ്മൾ കണ്ടിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആണ് കമ്പനി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഡിഗോ പെയിൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ നല്ല ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഇപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാജ് ഇൻഡസ്ട്രി നിങ്ങളുടെ ഒരു വാച്ച് ലിസ്റ്റിൽ വെക്കാവുന്നതാണ്. നല്ല സ്റ്റോക്കാണോ എന്ന് നോക്കിയിട്ട് നല്ലൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റി വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ HCL ടെക്ക് അതേപോലെ തന്നെ നല്ലൊരു ബയ്യിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്റ്റോക്കാണ്, നല്ലൊരു സ്ഥലത്താണ്. സോ ഈ ഒരു സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. ഓവറോൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും ബൾക്ക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു സമയത്ത് വളരെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഇനി മറ്റൊരു ദിവസം കാണാം. അതുവരെ ബൈ.